ദുബായ് അൽസീഫ് ഏരിയയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണുന്നത്. നമ്മൾ ഈ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോയതൊന്നുമല്ല, വെറുതെ ആ വഴിക്ക് പോയപ്പോൾ ഒന്ന് അൽസീഫിൽ കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു. ആടെ എത്തിയപ്പോൾ അന്ന് വലിയ ക്രിസ്മസ് ട്രീ കണ്ടത്. അപ്പോൾ ക്രിസ്മസ് ട്രീ ലൈറ്റൊന്നും ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല, നല്ല ഫുൾ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എപ്പം മുതലേ പരിപാടി തുടങ്ങിയതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ട്രീ എല്ലാം കണ്ടു. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു സ്റ്റേജെല്ലാം ഉണ്ടായിന്. അപ്പോൾ നമുക്ക് തോന്നി ഇവിടെ പ്രോഗ്രാമെല്ലാം ഉണ്ടാവുമായിരിക്കുന്നു. അപ്പോൾ ആടെയുള്ള സെക്യൂരിറ്റിനോട് ചോദിച്ചു ഇവിടെ ക്രിസ്മസ് ട്രീ എത്ര മണിക്കാണ് ലൈറ്റ് ഓണാക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 8 മണിയാകുമ്പോഴത്തേക്ക് ഓണാക്കുന്നു. അങ്ങനെ ഇതാ 8 മണിയാകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വലിയ ക്രിസ്മസ് ട്രീ ആണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ ടൈപ്പിലുള്ള ലൈറ്റ് ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലില്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലൊന്നും പൊതുവെ ഇങ്ങനെയുള്ള ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ദുബായിൽ വന്നതിന് ശേഷമാണ് ഇതുപോലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം കണ്ടു തുടങ്ങിയത്. ഇത് ഇത്ര നേരത്തെ തുടങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങിയതുകൊണ്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ ഫയർ വർക്ക്സ് ഉണ്ട് എന്നുള്ള ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അൽസീഫിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയതാ. പക്ഷേ അതിനെക്കാട്ടും നല്ല അടിപൊളി കാഴ്ചകളാണ് കണ്ടത്. അപ്പോൾ ലൈറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇതാ നമ്മളെ സാൻഡിയും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടീമും വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെല്ലാം സാൻറ്റേൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ക്രിസ്മസിൻ്റെ തലേ ദിവസം നമ്മളെ വീട്ടിലേക്കെല്ലാം വരുമല്ലോ അല്ലേ. എൻ്റെ മക്കളും അതുപോലെ ഇവിടുന്ന് ദുബായിൽ നിന്ന് പോകുന്ന സമയത്ത് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് പോയിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെ ക്രിസ്മസിൻ്റെ തലേന്ന് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോയിട്ടുണ്ടായിനെ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ സാൻറ്റേനെല്ലാം കാണാൻ പറ്റല്. അപ്പം എൻ്റെ ചെറിയാൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ സാൻറ്റേനെ ഇങ്ങനെ കാണാൻ പറ്റും. എന്താണെന്നറിയില്ല, അവൾക്ക് ബാക്കിയുള്ള ആഘോഷങ്ങളെക്കാട്ടും എല്ലാം ഭയങ്കര ഇഷ്ടം ഈ ക്രിസ്മസാണ്. സാൻറ്റേനെ കാണാം, എന്താ ക്രിസ്മസ് സാൻറ്റ ഗിഫ്റ്റ് തരും, അങ്ങനെയുള്ള എന്തൊക്കെയോ ആണ്. ആ ഒരു പ്രായമായിട്ടല്ലേ ഉള്ളൂ. എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ നമ്മളെ വീട്ടിലേക്കൊന്നും ഇങ്ങനെ സാൻറ്റ വരുത്തും പാട്ടെല്ലാം പാടിയിട്ട് ഇങ്ങനെ വരുത്തും അങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ഇപ്പം കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് കുട്ടികളെല്ലാം അങ്ങനെ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാൻറ്റനെ കാണാൻ പണ്ടെല്ലാം ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഇപ്പം അതിങ്ങനെ സാധിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അവർ സ്റ്റേജിൽ കയറി സ്റ്റേജിലുള്ള പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. കുറേ പരിപാടികൾ നമ്മൾ കാണല്ലോ, ഇങ്ങനെ സർക്കസിലെല്ലാം കാണുമല്ലോ, വെറൈറ്റി ആയിട്ടുള്ള ഓരോ പരിപാടികൾ. അതെല്ലാം കാണുമ്പോൾ എന്ത് രസമാണെന്നല്ലേ. ഇതെല്ലാം കണ്ടിട്ട് കുറേ കാലമായി. എന്നുവെച്ചാൽ നമ്മൾ ചെറുപ്പത്തിൽ സർക്കസ് കാണാൻ വേണ്ടിയിട്ട് പോവും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണുമല്ലോ. അപ്പോൾ ഇത് കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. കാണുമ്പോൾ ഇങ്ങനെ എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. എന്തെല്ലാം കഴിവുള്ള ആൾക്കാരാണെന്നല്ലേ ഓരോ കലാകാരന്മാർ. ഡാൻസ് ആണെങ്കിലും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണെങ്കിലും നമുക്ക് കാണുമ്പോൾ പേടിയാകുന്നുണ്ട്, അയ്യോ കാലങ്ങ നടന്നിട്ട് വീണു പോകുമെന്നുള്ളത്. പക്ഷെ അതൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിസ്മസിൻ്റെ സോങ്ങെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു, ജിംഗിൾ ബെൽസ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് അവർ ചെയ്യുന്നത്. മാജിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുപോലെയുള്ള കുറേ പരിപാടികളാണ് ഉണ്ടായത്. പിന്നെ ക്രിസ്മസിൻ്റെ പാട്ട് കുറേ പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം പരിപാടി കണ്ട് ആസ്വദിച്ച് നിന്ന് വേദി അതുപോലെ തന്നെ. അപ്പോൾ ക്രിസ്മസ് ട്രീൻ്റെ ലൈറ്റ് ഇങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാകുന്ന പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ക്രിസ്മസ് ഇനിയിപ്പം ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷൻ വരാൻ പോകുന്നു. ഇവിടുത്തെ സ്കൂളെല്ലാം ഷാർജയിലത്തെ സ്കൂളെല്ലാം അടുത്ത ആഴ്ചയും കൂടെ എൻ്റെ മക്കൾക്കെല്ലാം പൂട്ടുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ് സ്കൂൾ പൂട്ടുന്നത്. ദുബായ് സൈഡെല്ലാം ഈ വ്യാഴാഴ്ച പൂട്ടുന്നു, അല്ല ഈ വെള്ളിയാഴ്ച നാളെ എങ്ങാണ്ട് പൂട്ടുന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവരും വെക്കേഷൻ ഹോളിഡേ മൂഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ന്യൂ ഇയറിനും എല്ലാം ഇവിടെ ലീവായിരിക്കും. അപ്പം ന്യൂ ഇയറെല്ലാം കഴിഞ്ഞിട്ട് സ്കൂളെല്ലാം തുറക്കുമല്ലോ. പിന്നെ സാൻറ്റേൻ്റെ ഒരു സാൻറ്റ ഗ്രോട്ടോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്, ഗ്രോട്ടോ എന്നാണ് തോന്നുന്നത്. മക്കൾക്കെല്ലാം അറിയാം കേട്ടോ ഇതിനെ പറ്റിയിട്ട്. സാൻറ്റേൻ്റെ വീടാണ് ഇതും. അപ്പോൾ സാൻറ്റ അവിടെ സോഫയിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ ക്യൂ ആയിരുന്നു. അത് കഴിഞ്ഞപ്പം അവരിങ്ങനെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പം വേദക്കും ഒരാഗ്രഹം, ഓക്കും പോയിട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മളും ആ ക്യൂവിൻ്റെ ബാക്കിൽ നിന്ന് കുറേ സമയത്ത് നിൽപ്പിന് ശേഷം നമ്മൾ സാൻറ്റേൻ്റെ അടുത്തേക്ക് പോയി. വേദയും ഞാനും അശ്വതിയും കൂടെ പോയി അവിടെ ഇരുന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അവരുടെ കയ്യിൽ ക്യാമറ കൊടുത്താൽ അവർ ഫോട്ടോ എടുത്തു തരും. പിന്നെ വീഡിയോ എടുത്തത് എൻ്റെ ഭർത്താവ് വന്നിട്ടാ ഈ വീഡിയോ. അങ്ങനെ സാൻറ്റേൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുത്തു. എല്ലാവരുടെ അടുത്തും ഷെയ്ക്ക് ഹാൻഡും കൊടുത്തു. അങ്ങനെ വേദക്ക് ഭയങ്കര സന്തോഷമായി. സാൻറ്റേൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റിയാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പറ്റിയാലും.